ഈ താങ്കളുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഒരു ഫാസിനേറ്റിംഗ് ജേർണി ഉണ്ട്. ഒരു ഫേസ് പറഞ്ഞല്ലോ, അതിന് തൊട്ട് മുമ്പത്തെ ഫേസ് സൈക്കോളജി പഠിക്കാൻ പോയി, പിന്നെ നീറ്റ് എഴുതി, പിന്നെ സ്പോർട്സ് ഡാൻസിലൊക്കെ ഇൻട്രസ്റ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? കൊള്ളാം. അപ്പോ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞ സിനിമ താങ്കളുടെ പ്ലാനുകളെ മുഴുവൻ ഹൈജാക്ക് ചെയ്തതാണോ, അതോ സിനിമ തന്നെയായിരുന്നു മനസ്സിലെപ്പോഴും? അതെനിക്ക് ഇപ്പോഴും എനിക്ക് തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലാത്ത ആൻസർ ആണ് പറഞ്ഞത്. അതെന്താ വെച്ചാല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. എനിക്ക് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് എനിക്ക് സിനിമ എന്ന് പറയുന്ന ഒരു ആ മീഡിയം മനസ്സിലാകുന്ന ടൈം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാനും, ഈ ആക്ടേഴ്സിന്റെ പെർഫോമൻസസ്, ഇവർ കാണിക്കുന്ന പരിപാടികളൊക്കെ. എന്റെ കരിയർ എന്ന് പറയുന്നത് എന്റെ പപ്പ ഡോക്ടറാണ്. ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് എന്റെ പപ്പയുടെ ക്ലിനിക്കിൽ പോയി ഇരിക്കും. ഡയബറ്റോളജിസ്റ്റ് ആണ്. അതെ. അപ്പോ അവിടെ വരുന്ന പേഷ്യൻസിനൊക്കെ കാണുമ്പോൾ എനിക്ക് ഇതുപോലെ പപ്പനെ പോലെ സർവീസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ എനിക്ക് ഐ സി ലൈക് പേഷ്യൻസ് പപ്പയുടെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേനും അവര് റിക്കവർ ചെയ്ത് ഹാപ്പി ആയി പോകുന്നു നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും സർവീസ് ചെയ്യണം, അത് ഷുവറാണ്. എന്നിട്ട് പേഷ്യൻസ് ഒക്കെ വന്നപ്പോൾ ഞാനിവിടെ അമ്മ അക്കൗണ്ട്സിലുണ്ടാവും. അപ്പൊ ഞാൻ അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ആ കുട്ടി ഡോക്ടർ ഉണ്ടല്ലോ, അപ്പൊ ഇത് എന്റെ മനസ്സിൽ രജിസ്റ്റർ ആയി. അപ്പം എനിക്ക് ശരി ഡോക്ടറാണ് ഞാൻ. ഇനിയൊക്കെ നമ്മൾ പഠിച്ച് പ്ലസ് 2 കഴിഞ്ഞ് നേരെ മെഡിസിൻ പോകുന്നു. മെഡിസിൻ പോയിട്ട് അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആയി ഞാൻ ഇവിടെ വരുന്നു. പിന്നെ കാര്യം മുഴുവൻ ഓക്കെ, കാര്യം ഞാൻ അങ്ങ് ആൾക്കാരെയൊക്കെ നോക്കും. അതായിരുന്നു എന്റെ മനസ്സിൽ അപ്പൊ തൊട്ടേ. പിന്നെ സിനിമ വന്നു. സിനിമ വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ സമയത്ത് സത്യം പറഞ്ഞാല് എനിക്ക് ആഗ്രഹമുണ്ട് ഓഡീഷൻ കൊടുക്കണം. എവിടെയൊക്കെയോ ഓക്കെ നമുക്കൊന്ന് വെറുതെ ഒരു ചെറിയൊരു ഫേസ് ഓഫ് ലൈഫ് നമ്മുടെ ചിലപ്പം ഞാൻ ഓഡീഷൻ ഒക്കെ പോകാൻ. അത് അന്നേ എനിക്ക് തോന്നുന്നു ഞാൻ അമ്മയോടൊക്കെ പറയായിരുന്നു ഓഡീഷൻ പോകണമെന്നല്ല സിനിമയിൽ. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? ഒന്നോ രണ്ടോ ഒക്കെ അഭിനയിക്കാൻ നോക്കാം എന്നൊക്കെ. പിന്നെ സാധാരണ അമ്മയല്ല, ഒരു ആവശ്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കലാപരിപാടികളും. അതുകൊണ്ടാണ് ഞാൻ ഡാൻസ് ഒക്കെ അത്രയും ചെറുപ്പത്തില് തുടങ്ങിയത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ വന്നു. അറിയാതെ തന്നെ സിനിമ വന്നു. അതായത് അറിയാതെ സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഡാൻസ് നമ്മള് സ്റ്റേറ്റ് ലെവലിലൊക്കെ നമ്മൾ മത്സരിക്കാൻ പോകുമായിരുന്നു എപ്പോഴും. അപ്പൊ ഇത് പത്രത്തിൽ വരും ഫോട്ടോ ഒക്കെ. അപ്പൊ എന്റെ പപ്പയുടെ ഫ്രണ്ട് അജി അങ്കിള് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് സർവ്വപുരി പാലക്കാരൻ. പാലയില. അപ്പൊ പപ്പയുടെ ഫ്രണ്ട് വിളിച്ചു ചോദിച്ചു, അവള് ഡാൻസ് ഒക്കെ ചെയ്തില്ലേ, നീ വേണമെങ്കിൽ വെറുതെ ഇങ്ങനെ ചുമ്മാ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്, അപ്പൊ പിള്ളേരല്ല ഞങ്ങളുടെ പിള്ളേരെല്ലാം ഉണ്ട്, അപ്പൊ നീ അവളെ കൂടെ കൂട്ടുക, അവളിങ്ങനെ കലാപരിപാടികളൊക്കെ ചെയ്യുന്നതല്ലേ, അത് കൂട്ടാനൊക്കെ പറഞ്ഞു. ഭയങ്കര മടിയായിരുന്നു എനിക്ക് പോകാനായിട്ട്. കാരണം ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്റെ ഒരു പ്ലസ് 2 ഒക്കെ കഴിഞ്ഞിട്ട് കോളേജും കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയ ജോലിക്കൊക്കെ കയറുന്നതിന് മുന്നേ പിന്നെ ഒക്കെ നമ്മളോട് വിചാരിക്കുന്ന മാതിരി വരണം.